അഫാൻ ഓരോ ദിവസവും പറയുന്ന മൊഴികൾ നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്നുണ്ട്, ഞെട്ടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അഫാൻ്റെ ഒരു മൊഴി പുറത്തു വന്നത്, അനിയൻ, അവൻ ജീവന് തുല്യം സ്നേഹിച്ച അനിയൻ അഫ്സാനെ കൊല്ലുന്നതിന് മുൻപ്, മൃഗീയമായി കൊല്ലുന്നതിന് മുൻപ് താൻ മറ്റുള്ളവരെയൊക്കെ കൊന്ന കാര്യം ആ കുഞ്ഞിനോട് പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ അവൻ നിലവിളിക്കുന്നതിനിടക്കാണ് ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ച് അവനെ കൊലപ്പെടുത്തിയത്. അതിനുശേഷം കുളിച്ച് കുട്ടപ്പനായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി വസ്ത്രം മാറി. എന്തൊരു മാനസികാവസ്ഥയാണ് സിൻജി, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. താൻ ജീവന് തുല്യം സ്നേഹിച്ച 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു അനിയനോട് കാണിച്ച ക്രൂരതകൾ പറഞ്ഞ് ആ ഭയത്തിൽ ആ കുഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ അതിനെ കൊല്ലുന്നു. ഒരു സ്കൂൾ വിദ്യാർത്ഥിക്ക് താങ്ങാൻ കഴിയുന്ന കാര്യമാണ്. ഒന്ന് ആലോചിക്കുക, അവന് പ്രിയപ്പെട്ട ഒരു കുഴിമന്തി വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കുന്നു. ആ ഭക്ഷണം കഴിക്കാനായിട്ട് അവൻ തയ്യാറെടുക്കുന്നതിനിടയിൽ ചേട്ടൻ താൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അനിയനോട് പറയുന്നു. ഒരു സിമ്പിളായിട്ട് ഒരു 18 വയസ്സിന് മുകളിലോട്ടുള്ള ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ പോലും പേടിപ്പിക്കുന്ന കാര്യങ്ങൾ 13 14 വയസ്സുള്ള സ്വന്തം അനുജനോട് പറയുക. എന്തായിരിക്കും പറയുക? എടാ, നമ്മുടെ മൂത്തുമ്മ ഇല്ലേ, അല്ലെ മുത്തശ്ശി ഇല്ലേ, അവരെ ഞാൻ ചുറ്റുകൊണ്ട് അടിച്ചു കൊന്നടാ. അത് കഴിഞ്ഞിട്ട് മൂത്താപ്പ, അവരുടെ ഭാര്യയെ ഞാൻ കൊന്നടാ. അത് കഴിഞ്ഞ് നമ്മുടെ ഉമ്മയെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അവരും മരിച്ചു. എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയില്ലേ, അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അവളെ ചുറ്റിയോലെ അടിച്ചു കൊന്നടാ. ഇവനൊന്ന് ആലോചിച്ച് നോക്കി, കൊല്ലുക എന്നൊക്കെ പറയുന്നത് എത്ര സിമ്പിളായിട്ട്, എത്ര നിസ്സാരമായിട്ടാണ് ഈ അഫാൻ അവതരിപ്പിച്ചത്. അപ്പോൾ അഫാൻ്റെ മനോനില എത്രയാണ്? അഫാൻ്റെ മനോനില ഒരു സാധാരണ മനുഷ്യൻ്റെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഒരു ഭീകര രൂപിയുടെ എന്നതിലേക്ക് വഴി മാറുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിലാണ് വളരെ സാധാരണക്കാരനായ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇതെല്ലാം കേൾക്കുന്നത്. അവൻ്റെ തലച്ചോറിന്, അവൻ്റെ മനസ്സിന് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവനിങ്ങനെ ഷോക്കായിട്ട് നിലവിളിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഈ ബ്രദർ, അതായത് ഈ അഫാൻ എന്താ ചെയ്യുന്നത്? അനിയൻ്റെ തലയ്ക്കടിക്കുകയാണ്. ഈ തലയ്ക്കടിക്കുമ്പോൾ ആദ്യത്തെ അടിയിൽ തന്നെ വായിക്കാത്ത പല്ല് തെറിച്ചു പോകുന്ന രീതിയിലുള്ള കടുത്ത ആഘാതം. അപ്പോൾ ഇത്തരത്തിൽ ഒരു അടി അടിക്കുമ്പോൾ, ഒരു ചുറ്റിക വെച്ച് ശക്തമായി ആഘാതം ഏൽപ്പിക്കുമ്പോൾ വലിയ ശബ്ദം പുറത്തു വരാതെ അയാൾ ആ നിമിഷം തന്നെ തകർന്നു പോകുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് മരണത്തോട് അടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഈ അഫാൻ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? അപ്പോൾ ഏതോ സംഘടനകൾ, ഏതോ ഗ്രൂപ്പുകൾ ഇവനെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി ആളുകളെ എങ്ങനെ കൊല്ലാം. ഈ കൊല്ലുമ്പോൾ യാതൊരു ശബ്ദവും പുറത്ത് കേൾക്കരുത്. 25 കിലോമീറ്റർ ചുറ്റളവിൽ ഏതാണ്ട് 7 മണിക്കൂർ കൊണ്ട് 5 പേരെ കൊന്നിട്ടും അയൽക്കാരോ ബന്ധുക്കളോ അടക്കം ആരും അറിഞ്ഞില്ല. എത്ര വൈദഗ്ധ്യം നിറഞ്ഞ ഒരു ട്രെയിനിങ് അവന് കിട്ടിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇങ്ങനെ ശബ്ദം കേൾക്കാതിരിക്കാൻ പറ്റുമോ? ശരിക്കും മൃഗങ്ങളെ കൊല്ലുന്നത് പോലെ മനുഷ്യനെ പിച്ച് ചീന്തുക ചെയ്തത്. അപ്പോൾ ഇവൻ ബോധ മനസ്സിലല്ല ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ പണം കടം തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് താൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഒരിക്കലും പറയുന്നത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈദഗ്ധ്യം നിറഞ്ഞ ആളുകളുടെ പിന്തുണ ഇവനുണ്ടെങ്കിൽ പോലീസിനടുത്ത് മൊഴി മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. ആദ്യം പറയും പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ടാണ്, രണ്ടാമത് പറയും ഉമ്മാമ്മ എൻ്റെ ഉമ്മയെ കുറ്റം പറഞ്ഞുകൊണ്ടാണെന്ന്, പിന്നീട് പറയും കാമുകിക്ക് വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ മൊഴികൾ മാറ്റുക എന്ന് പറയുന്നത് ഒരു തന്ത്രം കൂടിയാണ്. കാരണം മനോനില ശരിയല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള കേസ് കോടതിയിൽ എത്താൻ കുറേ കാലതാമസം പിടിക്കും. ഈ കാലതാമസം പിടിക്കുമ്പോൾ അന്ന് ഇവൻ ഡ്രഗ്സിന് അടിമയായിരുന്നോ അല്ലെങ്കിൽ മനോനില തെറ്റിയ നിലയിലായിരുന്നു എന്ന രീതിയിൽ വന്നാൽ ശിക്ഷാ കാലാവധിയുടെ ആ അളവ് കുറയും. അതൊക്കെ ഇവന് കൃത്യമായിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ എന്നുള്ള ഒന്നാമത്തെ സംശയം. പിന്നെ ഇവൻ്റെ ഉമ്മ ഷെമി ഇപ്പോഴും ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംസാരിക്കുന്നതിൽ, പ്രൊട്ടക്റ്റ് ചെയ്ത് നിലനിർത്തുന്നതിലൊക്കെ വലിയ ഒരു കള്ളത്തരം കാണിക്കുന്നുണ്ട്. സ്വന്തം ഇളയ മകൻ എപ്പോഴും അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇളയ മകൻ ഒന്നുകിൽ ഇവനോടുള്ള ഈ അഫാനോടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പേടിയും ഉണ്ടാകാം. ഇത് രണ്ടും സംഭവിച്ചുകൂടെ? ഇളയ മകനെ തന്നെ ഇവർ നിരന്തരം ചോദിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇളയ മകൻ ജീവനോടെ ഇല്ല എന്ന് ഇവർക്കറിയാം. അപ്പോൾ ഇനി എന്നെപ്പോലെ അവന് രക്ഷപ്പെട്ടോ എന്നറിയാൻ വേണ്ടിയാണോ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇളയ മകൻ്റെ കാര്യം തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ല. പിന്നെ മറ്റൊന്ന്, ഈ കുഞ്ഞിനെ അതിക്രൂരമായി ചുറ്റികൊണ്ട് തലക്കടിച്ച് കൊന്നതിന് ശേഷം ഇതിൻ്റെ ചുറ്റും 500 രൂപ വിതറി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഈ കൊച്ച് പണം ചോദിച്ച് ഈ അഫാനെ ബുദ്ധിമുട്ടിച്ചിരുന്നു, മറ്റെന്തെങ്കിലും കാര്യത്തിന്, അല്ലെങ്കിൽ നിൻ്റെ ബന്ധങ്ങൾ എനിക്കറിയാം എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചിരുന്നു, അല്ലെങ്കിൽ നിനക്ക് ഈ പണം എവിടെ നിന്നാണ് എന്ന് ചോദിച്ചിരുന്നു. ആ വൈരാഗ്യം അങ്ങനെ എന്തെങ്കിലും ഇപ്പം പുറമേ പറയുന്നതാണ് വലിയ സ്നേഹമാണ് അനുജനോട്, അവനെ ജീവനാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ പറയുന്ന സ്നേഹമൊക്കെ ഈ അനുജനോട് ഉണ്ടായിരുന്നോ, അതോ ഉള്ളിൽ പക മാത്രമായിരുന്നോ? ഈ അഫ്സാനോട് ഉമ്മയ്ക്ക് അടുപ്പം കൂടുതലുണ്ട് എന്നുള്ളത് അഫാന് ചെറിയ തോതിലൊരു നീരസമുണ്ടായിരുന്നു എന്ന് ചില വാർത്തകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അനിയനോട് ഉള്ളിൽ സ്നേഹമല്ല പകയായിരുന്നോ, തൻ്റെ
സ്നേഹം, തനിക്ക് കിട്ടേണ്ട സ്നേഹം കൂടി അവനാണ് ഉമ്മ കൊടുക്കുന്നത് എന്നുള്ള ഒരു വൈരാഗ്യത്തിന് പുറത്താണോ ഈ 13കാരനായി കുഞ്ഞലിയനെ തീർത്തത് എന്നുള്ള സംശയം കൂടിയുണ്ട്. അല്ലെങ്കിൽ ഈ കൊച്ചു കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ കൊല്ലുന്ന രീതി എങ്ങനെയാണ് എന്ന് പരിശീലിപ്പിച്ച ആളുകൾ തന്നെ വീട്ടിൽ തന്നെ അത് പ്രയോഗിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തു കഴിഞ്ഞിട്ട് ഇവൻ മനോനില തെറ്റിയവനായി അഭിനയിക്കുന്നതായിരിക്കാം. 23 വയസ്സുള്ള അഫാൻ ഒരിക്കലും തനിക്ക് അമ്മയിൽ നിന്ന് കൂടുതൽ സ്നേഹം കിട്ടുന്നില്ല, 13-14 വയസ്സുള്ള അനിയനാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വാർത്ഥത കാണിക്കുന്നെന്നും പറഞ്ഞാൽ നമുക്ക് ലോജിക്കലി ശരിയാവില്ല അല്ലേ? സ്വാഭാവികമായിട്ട് ഇവൻ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു സംശയം എന്താ, നിരോധിക്കപ്പെട്ട സംഘടനകളുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അഫാൻ എല്ലാ ദിവസവും രാത്രി ഒരു ബൈക്കിൽ ബാഗും തോളിലിട്ടുകൊണ്ട് കൃത്യമായി രാത്രി കാര്യങ്ങൾ ചുറ്റി സഞ്ചരിക്കുന്നു. ഇതിനുശേഷം രാത്രി ഏറെ വൈകിയോ പുലർച്ചെയോ തിരിച്ചെത്തുന്നു. എന്തുകൊണ്ടാണ് നീ ഇത്ര വൈകിയതെന്നോ ഇത്രയും നേരം നീ എവിടെയാണോ ചോദിക്കാൻ ഈ ഉമ്മായിക്ക് കഴിയുന്നില്ല. അതല്ല എങ്കിൽ എപ്പോഴെങ്കിലും ഉമ്മ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശാരീരികമായി ഉപദ്രവിക്കുകയോ മാനസികമായി തന്നെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിരിക്കാം. ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇനി ഈ അനുജനോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നത് തന്നെ പറയുന്നത് അഭിനയമാകാം. കാരണം എന്താ അറിയാം, ഇവൻ ഒരു അന്തർമുഖനാണ് ഏകദേശം. കാരണം വീടിന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇവന് വലിയ സൗഹൃദങ്ങളില്ല. ഇവന് ഉമ്മയെ കൂട്ടിയല്ലേ അനിയനെ കൂട്ടിയല്ലേ ഓട്ടോ പിടിച്ച് ഇങ്ങനെയൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഷെമി എന്ന് പറയുന്ന ഉമ്മയുടെ ബന്ധുക്കൾ പറയുന്നത് ഇവൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് വൈചിത്ര്യങ്ങളുണ്ട്. അതായത് സാധാരണ മനുഷ്യൻ പെരുമാറുന്നത് പോലെയേ അല്ല ഇവൻ പെരുമാറുന്നത്. ബന്ധുക്കളുമായിട്ട് യാതൊരുവിധ കണക്ഷനും നിലനിർത്താൻ ഇവൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല ഇവൻ എന്തെങ്കിലും ഒരു ചടങ്ങിന് വിളിച്ചാൽ ആ ചടങ്ങിൽ വന്ന് മുഖം കാണിച്ചിട്ട് അപ്പം തന്നെ അവൻ അവിടുന്ന് അപ്രത്യക്ഷനാകുന്നു. പക്ഷേ ഇവൻ പുറത്തേക്ക് പോയി മറ്റുള്ള ആളുകളുമായിട്ട് സമ്പർക്കം പുലർത്തുന്നുണ്ട്. ഈ ആളുകൾ ആരാണ്? ഈ 75 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം 65 ലക്ഷം കടം വാങ്ങിയെന്ന് പറയല്ലോ. ഈ കടം വാങ്ങണമെങ്കിൽ ഇവന് പരിചയമുള്ള ഒരാളല്ലേ നൽകണ്ടേ? ഇവൻ പണത്തിന് വേണ്ടി ആദ്യം സമീപിക്കുന്ന ആരായിരിക്കും? ഇവൻ്റെ ഉമ്മുമ്മയാണ്. ഇവൻ അന്ന് സമീപിക്കുകയും ഉമ്മുമ്മയെ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്തല്ലോ. അതിനുശേഷം ഇവൻ ആ മാല അവിടെ നിന്ന് എടുത്തിട്ട് പിന്നീട് ഇതുകൊണ്ട് പണയം വെച്ചു. ഏതാണ്ട് 40,000 രൂപയോളം കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് ഇവൻ വീണ്ടും പോയി മദ്യപിച്ചു. എന്നിട്ട് വീണ്ടും വന്ന് ഈ ലത്തീഫിനെയും ഭാര്യയും കൊല്ലുന്നു. വീണ്ടും ഇടയ്ക്ക് എപ്പോഴും മദ്യപിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവൻ്റെ കയ്യിൽ കുറേ പൈസ ഇരിക്കുകയാണ്. ഈ മാല പണയം വിൽക്കുകയോ ചെയ്തതിൻ്റെ പണത്തിൽ കുറച്ച് പൈസ എടുത്ത് അവൻ കടം വീട്ടുകയും ചെയ്തു. ബാക്കി പൈസ കയ്യിലിരിക്കുന്നു. അതിനുശേഷമാണ് അനുജന് കുഴിമന്തി വാങ്ങാനായിട്ട് പറഞ്ഞു വിടുന്നത്. ഈ കുഴിമന്തി വാങ്ങാനായി പറഞ്ഞു വിട്ടതിന് ശേഷം ഓട്ടോയിലാണല്ലോ അനുജൻ തിരിച്ചു വരുന്നത്. അപ്പോൾ തിരിച്ചു വരുന്നതിനുള്ളിൽ കാമുകിയെ കൊണ്ടുവരുന്നു. കാമുകിയെ ഫ്രണ്ട് ഡോർ വഴിയല്ല കൊണ്ടുവരുന്നത്, പിൻ ഡോർ വഴിയാണ്. അതിനകത്ത് എന്തോ ഒരു കളത്തിലില്ല. എന്തിനാണ് പിൻ ഡോർ വഴി കൊണ്ടുവന്നത്? കാരണം അവിടെ ഉമ്മയെ ഇവൻ കൊലപ്പെടുത്തിയെന്നാണല്ലോ ഇവൻ്റെ വിശ്വാസം. പിന്നെ ഫ്രണ്ട് ഡോർ വഴി വന്നാൽ എന്താ? അപ്പോൾ അവിടെ ഒരു കള്ളത്തരമുണ്ട്. മാത്രമല്ല ഈ ഫർസാന എന്ന് പറയുന്ന കാമുകി ഇവനോട് ചോദിക്കുന്നുണ്ട്, നീ ഇത്രയൊക്കെ കൊലപാതകങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റും? നമുക്കൊന്നിച്ചൊരു ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം? അത് കേൾക്കുമ്പോൾ ഇവൻ ഇനി ഡ്രഗിന് അഡിക്റ്റ് ആണെങ്കിൽ പോലും, അതല്ലെങ്കിൽ ഇവൻ്റെ മസ്തിഷ്കത്തെ ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവൻ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് അവൻ സ്വത്വബോധത്തിലേക്ക് വന്നിട്ട് പറയുകയാണ്, ശരിയാ നമുക്ക് ജീവിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവളെ ഒറ്റയടിക്ക് കൊല്ലുകയാണ്. അതിനുശേഷമാണ് ഈ കുട്ടിയെ കൊല്ലുന്നത്. അപ്പോൾ ഇവൻ പറയുന്നത് വീട്ടു ചെലവിന് കുട്ടിയുടെ, അതായത് അനുജൻ്റെ വിദ്യാഭ്യാസത്തിന് ധാരാളം പണം വേണമായിരുന്നു. ഈ പണമില്ലായിരുന്നു. ഒരു പക്ഷേ അനുജൻ ടൂറ് പോകണമെന്നോ അല്ലെങ്കിൽ മറ്റൊരാവശ്യത്തിനോ ഇവനോട് പണം ചോദിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അവശേഷിച്ച പണം മുഴുവൻ ഇവൻ്റെ കയ്യിലാണ്. 500 നോട്ടുകെട്ടുകളായിട്ടാണ്. ഈ 500 നോട്ടുകെട്ടുകളിൽപ്പെട്ട നോട്ടുകളാണ് ഈ അനുജൻ്റെ മൃതദേഹത്തിന് ചുറ്റും വിതറിയത്. അതൊരു മനോനില തെറ്റിയ ആളുടെ പ്രവൃത്തി പോലെ വരുത്തി തീർക്കാൻ അവൻ ശ്രമിച്ചു. ഒന്നുകിൽ അതല്ലെങ്കിൽ ഇന്നാടാ നീ അന്ന് ചോദിച്ചില്ലേ പൈസ, നീ ഇതും കൊണ്ട് വയ്ക്കുമോ എന്ന രീതിയിൽ കൊടുത്തു കാണും. അപ്പം ഭക്ഷണം വാങ്ങിയിട്ട് അത് കഴിക്കാൻ പോലും അനുവദിക്കാത്ത ഒരു മൃഗതുല്യനായ മനുഷ്യൻ, അതാണ് ഈ അഫാൻ. ഒപ്പം ഈ മരിച്ചു കിടക്കുന്നവൻ ഇന്നാടെ 500 നോട്ടെന്ന് പറഞ്ഞിട്ട് കുറേ നോട്ടുകൾ വിതറി വെക്കുന്നു. ഈ വിതറിയതിന് പിന്നെ ഒരു ഉദ്ദേശമുണ്ടല്ലോ. അപ്പോൾ പലതവണ ഇത് മാറ്റി മാറ്റി പറയുന്ന ഇവൻ എന്തുകൊണ്ടാണ് പോലീസിൻ്റെ അടുത്ത് ഇക്കാര്യം തുറന്നു പറയാത്തത്? സംശയം ഉണ്ടാക്കില്ലേ? തീർച്ചയായിട്ടും. അല്ല, ഇവൻ തുറന്നു പറഞ്ഞാൽ അന്വേഷണം ഈ പറയുന്ന തലത്തിലേക്കൊന്നുമല്ല മറ്റു തലത്തിലേക്ക് നീങ്ങുമെന്ന് ഇവന് ഭയമുണ്ട്. ആ ഭയം ഉമ്മയ്ക്കുമുണ്ട്. അതുകൊണ്ടാണ് ഇവർ പല കാര്യങ്ങളും മറക്കുന്നത്. എന്തായാലും ശരിയായ ദിശയിലേക്ക് പോലീസ് അന്വേഷണം എത്തട്ടെ. അപ്പോൾ ധന്യ പറയുന്ന അനുസരിച്ച് ചില തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പർ സെൽ എപ്പോഴോ എവിടേക്കോ ഉണ്ടെന്നല്ലേ അർത്ഥം. അപ്പോൾ ആ സ്ലീപ്പർ സെല്ലിലേക്കാണ് അന്വേഷണം എത്തുന്നതെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഈ പൊതുസമൂഹത്തിനുണ്ടാകുന്ന സംശയങ്ങളും ദൂരീകരിക്കപ്പെടട്ടെ. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.